ഗൈസ്, വെൽക്കം ടു മിത്രാസ് യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു കുട്ടി റെസിപ്പി ആയിട്ടാണ്. മിത്രമോക്ക് ഞാൻ കൊടുക്കുന്ന ഒരു കുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. മുത്താറി കുറുക്കാണ്. സാധാരണ ഞാൻ പണ്ടൊക്കെ മുത്താറി കുറുക്ക് കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ കുടിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് എൻ്റെതായ രീതിയിൽ മാറ്റം വരുത്തിയപ്പോൾ അവൾ നല്ലോണം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാനിത് മുത്താറി കുതിർത്ത് വെച്ചേക്കണം. മുത്താറി മാത്രമല്ല, അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗോതമ്പ് നുറുക്ക് കൂടെ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ നാട്ടിലൊക്കെ പറഞ്ഞു ഉള്ളതാണോ ഇല്ലാത്തതാണോ എനിക്കറിയില്ല. പക്ഷേ നാട്ടിലൊക്കെ പറഞ്ഞു വരുന്നത് കേട്ടിട്ടുണ്ട്, ഈ മുത്താറി മാത്രം കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ലതല്ല, തണുപ്പാണ് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് നുറുക്കും കൂടെ ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ ഇത് 1 മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ച മുത്താറിയും ഗോതമ്പ് നുറുക്കുമാണ്. പിന്നെ ഇത് 2 അണ്ടിപ്പരിപ്പ്. ആ സമയത്ത് തന്നെ ഞാൻ കുതിർത്ത് വെച്ച സാധനങ്ങളാണിത്. 2 അണ്ടിപ്പരിപ്പ്, 2 ഈന്തപ്പഴം, പിന്നെ വാൾനട്ട്, പിന്നെ 2 ബദാം, പിന്നെ കുറച്ച് മുന്തിരിങ്ങ. ഇത് വാൾനട്ട് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നതും ഈ മുന്തിരിങ്ങ നാസിക്കിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, നമ്മുടെ അമ്മ കൊണ്ടുവന്നതാണ്. അപ്പോൾ വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോട്ടെ. പിന്നെ 2 പഴം. ഞാൻ ആദ്യം പഴം ഇടാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ പഴം ഇട്ട് നോക്കിയപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റുള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പഴം കൂടെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ശർക്കരേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ശർക്കര എടുത്ത കണ്ടിട്ട് ഇത് ഫുള്ളൊന്നും ഇടില്ല. നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും മധുരമാണെങ്കിലും ഉപ്പാണെങ്കിലും കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഒരു പാകത്തിന്, ഇപ്പോൾ നമ്മൾ ഈത്തപ്പഴമൊക്കെ എടുത്തത് കൊണ്ട് അത്യാവശ്യം മധുരം അതിനുണ്ടാവും. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അളവിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അവരവരെ കുട്ടികൾക്ക് ആവശ്യമുള്ള പോലെ നിങ്ങളെടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. കുട്ടികളുടെ കഴിക്കുന്ന അളവൊക്കെ നിങ്ങൾക്കല്ലേ അറിയണ്ടാവുക. പിന്നെ അതേപോലെ ഒരു പാക്കറ്റ് മിൽമ പാലെടുത്തിട്ടുണ്ട്. പാക്കറ്റ് എടുത്തുകൊണ്ട് ഇത് ഫുള്ളായിട്ട് ഒഴിക്കുകയൊന്നുമില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന അളവിന് എടുക്കുക. പിന്നെ അതേപോലെ മിൽമയുടെ നെയ്യ്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിത്രമോക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത്. എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മളിത് നല്ലോണം കഴുകി എടുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിൽ ഈ മുത്താറിയും ഗോതമ്പ് നുറുക്കും കൂടെ ഇടുക. നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് ഇടുമല്ലോ, അതേപോലെ ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ചേക്കുന്ന സാധനങ്ങളും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇടുക. പിന്നെ ഈ പഴവും നമ്മൾ കഷ്ണമാക്കിയിട്ട് അതിൽ തന്നെ ഇടുക. എന്നിട്ട് ഒരു പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം അരയണം. എന്നിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം, എന്നാൽ എത്ര അരഞ്ഞാലും ഈ സാധനത്തിൻ്റെ ചെറിയ ചെറിയ കട്ടകൾ അതിലുണ്ടാവും. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, മുത്താറിയും നമ്മളെപ്പോഴും അരച്ച് കഴിഞ്ഞാൽ അരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം അരിച്ചെടുക്കുക. നല്ലൊരു അരിപ്പയിൽ അരിച്ചെടുക്കുക. നമ്മൾ ഈ മുത്താറിപ്പൊടി ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം നമുക്കത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനത്തെ മുത്താറി വാങ്ങിച്ച് വെച്ച് നമ്മൾ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇത് നല്ലോണം അരച്ചെടുത്ത് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് പാല്, കുറച്ച് വെള്ളം അതിലുണ്ടാവുമല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് നല്ലോണം അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് നല്ലൊരു അതിൻ്റെതായ രീതിയിൽ കുറച്ചൊരു കട്ടി അധികം ഇല്ലാണ്ട്, കാരണം മുത്താറി നമ്മൾ കാച്ചി തുടങ്ങുമ്പോഴത്തേക്ക് നല്ലോണം ഇങ്ങനെ കുറുകി വരും. എല്ലാവർക്കും അറിയായിരിക്കും, മുത്താറി കാച്ചുന്നവർക്കൊക്കെ അറിയായിരിക്കും, പെട്ടെന്ന് തന്നെ അത് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരളവിൽ വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുക. പോരാ, അതിൻ്റെ കൂടെ നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചീകിയിടണം കേട്ടോ. കുറച്ച് മതി. കുറച്ച് മധുരം നല്ലോണം ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ, മധുരം ഉണ്ടെങ്കിലേ കുടിക്കൂ എന്നുള്ള കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ടോ. പക്ഷേ മധുരം അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട. ചെറിയൊരു കഷ്ണം ചീകിയിട്ടതിന് ശേഷം നല്ലോണം കലക്കിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അത് സാധാരണ നമ്മൾ മുത്താറി കാച്ചുന്ന പോലെ കുറുക്കി ഒരു അധികം കട്ടിയായിട്ട്, അത് ഓരോ കുട്ടികളുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പം മിത്രമൊക്കെ അധികം കട്ടിയായിട്ടുള്ളത് ഇഷ്ടമല്ല, കുറച്ച് ലൂസായിട്ട് കുടിക്കുന്നതാണ് ഇഷ്ടം. ചില കുട്ടികൾക്ക് കട്ടിയായിട്ട് ഇങ്ങനെ കോരി കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലോണം അതൊരു കട്ടിയായി വരുന്നത് പോലെ നിങ്ങൾ കുറുക്കിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് നല്ലോണം തിള വരുന്നവരെ കുറുക്കിയെടുത്തതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ആവശ്യത്തിന്. നമ്മൾ പായസത്തിലൊക്കെ നെയ്യ് ചേർക്കുമല്ലോ, വറുത്തിടുന്നല്ലാണ്ട് അതിന് തന്നെ അത്യാവശ്യം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആറി തണിഞ്ഞിട്ട്
മോൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എത്രത്തോളമാണ് അതിൻ്റെ കട്ടിയിൽ ഞാൻ എടുക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ അരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. മുത്താറിക്കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കട്ടിയിലാണ് ഞാൻ കൊടുക്കൽ. പിന്നെ ഞാനൊരു 4 മണി 4:30 ആകുമ്പോഴാണ് മിത്രമൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇത് കൊടുക്കൽ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ വേണ്ടിക്കലും രാവിലെ ആയാലും അല്ലെങ്കിൽ 11 മണിക്ക് വേണ്ടിക്കലും നിങ്ങളുടെ സൗകര്യം പോലെ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളെ കുട്ടികൾ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.